നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് വേണം, ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ആൾ ഇരുമ്പുളി ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക. ഒരു 10-15 ഇരുമ്പുളി എടുത്തിട്ടുണ്ടാവും കേട്ടോ. പുളി അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് അരപ്പിന് നാളികേരം, 1 മുറി നാളികേരം എടുത്തു, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എരിവൊക്കെ പാകത്തിന് നമ്മുടെ പാകത്തിന് എടുക്കുക കേട്ടോ. ഇത്ര എരിവ് ആവശ്യമില്ലെങ്കിൽ ഇത്ര എടുക്കണ്ട. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട. ഇനി ഇത് നോക്കിയിട്ട് മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി ഇത് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇനി ചാറൊക്കെ വറ്റി കഴിയുമ്പോൾ തോന്നുകയാണ് ഇത് ഇത്ര കട്ടി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മൂടി ഇങ്ങനെ ഫുള്ള് മൂടിണ്ട കേട്ടോ, കുറച്ച് ഇങ്ങനെ ഗ്യാപ്പിട്ടോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തൂവി പോവും തിളച്ചിട്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിള വന്നു കേട്ടോ. ഇനി നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പുളി ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 5-6 ഇരുമ്പുളിയും കൂടെ കീറിയിട്ട് കൊടുത്തു. ചെറുതായി കനം കുറഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിലിട്ട് ഇനി സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് ഈ പുളി വേവട്ടെ. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പുളി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചാറിൽ ഉപ്പ് ഒന്ന് നോക്കണം. പിന്നെ നമുക്ക് ഇത് കുറച്ച് ചൂടുവെള്ളം വേണം. അപ്പോൾ ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ, ഒരു തവി ഒഴിച്ചത് ഇത്തിരി ലൂസാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാരണ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇങ്ങനെ പകുതി തുറന്ന് വെച്ചിട്ട് പുളി വേവണ വരെ തിളപ്പിക്കുക. അത് ചാറ് വറ്റി നല്ല കുറുകണ വരെ. നമ്മുടെ പുളി വെന്തിട്ടുണ്ട്, നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. തിക്നെസ്സൊക്കെ പാകമാണ്. അപ്പോൾ കൂടുതൽ ലൂസാക്കി എടുക്കണ്ട, ഇതുപോലെ കുറച്ച് കുറുകിയ ഭാഗത്തിൽ എടുക്കുക. ഇനി അത് ഒന്ന് കാച്ചി ഉള്ളി മൂപ്പിച്ച് ചേർക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിയിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ മൂപ്പിക്കുക. അത്രയ്ക്കുള്ള പണി. ഇരുമ്പുളി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ഇനി ഇതിൽ ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ കറിയായി, മീനാണ് ഇടണമെങ്കിൽ മീനിട്ടാൽ മീൻ കറിയായി, മുട്ട ചേർത്താൽ മുട്ടക്കറിയായി. ഇപ്പോൾ ഇവിടെ മുട്ടക്കറിയാണ് ചേർക്കുന്നത്, മുട്ടയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുട്ട ഇരുമ്പുളി ഇട്ടാൽ മുട്ടക്കറി. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഗ്രേവിയിൽ ചേർക്കാം കേട്ടോ. വെറുതെ വേണമെങ്കിൽ കഴിക്കാം, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല മണം, മീൻ കറിയുടെ പോലെ തന്നെ മണം. ഇതുപോലെ ഇരുമ്പുളി വയ്ക്കാത്തവർ മിക്കവരും വെച്ചിട്ടുണ്ടാവും, ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഉണ്ടാക്കി നോക്കണവർ ഇനി പുതിയ ഏതെങ്കിലും തരത്തിലാണോ നിങ്ങൾ വെക്കണമെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, ഏത് തരത്തിലാണ് വെക്കണേന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്ന് വരഞ്ഞിട്ട് ഇനി അത് മുട്ടയൊന്നും പുഴുങ്ങിയത് പിന്നെ വീണ്ടും ഇട്ടിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. മുട്ട ഓൾറെഡി വെന്തിരിക്കണതല്ലേ, അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർക്കണത്. ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. പിന്നെ മുട്ട വെന്തത് വീണ്ടും വേവിക്കണ്ട. അപ്പോൾ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. ബൈ.